ഒരുപാട് സ്നേഹത്തോടെയും സന്തോഷത്തോടെയും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞങ്ങളുടെ പവിത്രത്തിൻ്റെ ഷൂട്ടിംഗ് ദ്രുതഗതിയിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു സൈഡിൽ നിന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. നമ്മുടെ ആർട്ടിസ്റ്റുകളൊക്കെ കാണാം, വിക്രം വേദ എല്ലാവരും അവിടെയുണ്ട്. കണ്ടില്ലേ, ഇവിടെ ഷൂട്ടിംഗ് ബാക്ക് ദ്രുതിക്ക് നടന്നുകൊണ്ടിരിക്കുക. പക്ഷെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഓരോ കുഞ്ഞു വ്ളോഗ്സ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക. നമ്മുടെ പവിത്രം സീരിയലിൻ്റെ ടെലികാസ്റ്റ് കഴിഞ്ഞ ശേഷമുള്ള ഫസ്റ്റ് വ്ളോഗാണ്. എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. നിങ്ങളുടെ സപ്പോർട്ടും എല്ലാം കൊണ്ട് സ്നേഹവും എല്ലാം ഞങ്ങൾക്ക് ഒരുപാട് ലഭിച്ചു. ഇനിയും ഫർദർ ഞങ്ങളുടെ സീരിയൽ കാണണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇനി കുട്ടി നമ്മുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ചെറിയ വിശേഷങ്ങൾ നമുക്ക് കാണാം. ഒന്നുമില്ല, ഇപ്പൊ ക്യാമറ വന്നപ്പോ ആർക്കും ഒന്നും സംസാരിക്കില്ല. ഭയങ്കര ബഹളമായിരുന്നു ഇവിടെ. ക്യാമറ കണ്ടാൽ ഞങ്ങളൊന്നും നെർവസ് ആവും. നമ്മുടെ ഫുൾ ക്യാമറ ഡിപ്പാർട്ട്മെന്റ്, ഡയറക്ഷൻ ഡിപ്പാർട്ട്മെന്റ്, മാഷേ ഒന്ന് വാ മാഷേ. എന്തിനാ വരൂ, ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ. ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാം. ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാം അല്ലേ? ഇനി ആ വീഡിയോ കണ്ടിട്ട് വിദേശത്തേക്ക് പോകാനിരിക്കായിരുന്നില്ലേ? വിഷയൊക്കെ ശരിയടാ. അപ്പോഴാ അമ്മയ്ക്ക് അസുഖം വന്നത്. ഇതിനെ കണ്ടിട്ട് അമ്മയ്ക്ക് സുഖമല്ലേ? ആ മാഷിനോ സുഖമായിട്ടിരിക്കുന്ന മോളെ. വരാം. നീ എന്താ വിദേശത്തേക്ക് പോകാനിരിക്കായിരുന്നില്ലേ? വിഷയൊക്കെ ശരിയതാ. ഇതിനെ കുറച്ച് പോരടുന്നു. ഇതിനെ കുറച്ച് പോരടുന്നു. വയറ്റിലൊരു മുഴ കണ്ടപ്പോ ഡോക്ടറെ കാണിച്ചതാ. സംശയം തോന്നി ടെസ്റ്റ് ചെയ്തപ്പോ 3rd സ്റ്റേജ് ആയി. സ്കാൻ ചെയ്തപ്പോ സ്പ്രെഡ് ഇല്ല. സർജറി വേണമെന്ന് പറഞ്ഞു. അയ്യോ, ഒന്നും അറിയില്ല. വിക്രം ആഫ്റ്റർ ടെലികാസ്റ്റ് ഒന്നും പറയാനില്ലേ? പിന്നെ അടിപൊളി, ഹാപ്പിയാണ് എല്ലാരും. ഇത്തിരി ജാട കൂടിയിട്ടുണ്ടോ എന്നൊരു കൂടിയിട്ടില്ല. വൈച്ചേട്ടാ വാ വാ, എന്റെ അച്ഛനെയും കൂടെ വിളിക്കാം. അടിപൊളി, ഒന്നും പറയാനില്ലേ? അടിപൊളി റെസ്പോൺസ് ആണ്. ശരിക്കും ഞങ്ങൾ ഞെട്ടിയിരിക്കുകയാണ്. അപ്പൊ നമ്മള് ശരിക്കും പറഞ്ഞാൽ അവരടുത്താണ് ഒരുപാട് താങ്ക്സ് പറയാനുള്ളത് അല്ലേ? അങ്ങനെ ഇന്നവരെന്നൊന്നുമില്ല, എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. എനിക്ക് ഒരുപാട് കമന്റ്സ് വന്നിട്ടുണ്ട്, നല്ല അടിപൊളി കാസ്റ്റിംഗ് ആണെന്നൊക്കെ പറഞ്ഞ്. എല്ലാവരും അവരവരുടെ ഭാഗങ്ങൾ ഭംഗിയായിട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഈ ഫാമിലി ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് എല്ലാവരും പറയും അല്ലേ? ഇതേപോലെ തന്നെ നമ്മളെ വീണ്ടും കംപ്ലീറ്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്തോണ്ടേയിരിക്കും അല്ലേ? നമ്മുടെ വേദക്കുട്ടി ഇവിടെ ഇരിപ്പുണ്ട്. വേദക്കുട്ടിയെ കാണിക്കും. വേദക്കുട്ടി തിരക്കിലാണ്. ഞാൻ അങ്ങനെ വിടൊന്നുമില്ല. ഞാൻ വിടത്തില്ല. അങ്ങോട്ട് തിരിച്ചോ. എക്സ്പീരിയൻസ് കഴിഞ്ഞു. ആക്ഷൻ. അതൊന്നും ചെയ്യേണ്ട. ആക്ഷൻ. വരാം ചേച്ചി, വരാം.
കുറെ നേരം അവിടെ നിന്നോണേ തുണിയായിട്ട്. എന്തെങ്കിലുമൊക്കെ പിടിച്ചിട്ടോ അവിടെ നിന്ന് തുണിയായിട്ട്. അങ്ങനെ നോക്കിയപ്പോ ഓട്ടോ വന്ന് അവിടെ നിന്നു. ഇന്ന സ്ഥലം ഓക്കെ. ആദ്യത്തെ കാണാനല്ലേ ഈ വന്ന കാര്യം നിൽക്കാതെ അകത്തേക്ക് ഇരിക്കുക. കാപ്പി പിടിക്കാം. ആദർശേ വാട്ടർ സ്പ്രേ ചെയ്യണം. ആക്ഷൻ മാഷർ ഇപ്പൊ പറഞ്ഞിരിക്കുകയാണ്. അച്ഛാ അല്ല മാഷ ഈ പേര് മാത്രം വീഡിയോ വന്നപ്പോ എന്നെ കെട്ടിപ്പിടിക്കുന്നത് ശരിയാണോ? വീഡിയോ വന്നപ്പോ ഭയങ്കര സ്നേഹമാണ്. നിന്റെ മാത്രല്ലേ ബാക്കി എല്ലാവരും ബിസി ഷൂട്ടിംഗ്. ബാക്കി എല്ലാവരും ബിസി ഷൂട്ടിംഗിലാണ്. വേറെ എന്തെങ്കിലും വേദയുടെ വീട്ടുകാരൊക്കെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. എന്തൊക്കെയാ നടക്കുന്നതെന്ന് കാണണ്ടേ? അതൊന്നും പറയരുത്. എന്തായാലും ഞങ്ങൾക്ക് ഒന്നും വേണ്ട. മനസ്സിലായില്ല. ആക്ഷൻ. ഇതെല്ലാം വേദയ്ക്ക് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നതാ. മനസ്സിലായില്ല. കൂടുതൽ മനസ്സിലാവാനൊന്നുമില്ല സുധാരൻ മാഷെ. ഞങ്ങളുടെ കുട്ടിക്ക് കൂടുതൽ മനസ്സിലാവാനൊന്നുമില്ല സുധാരൻ മാഷെ. ഞങ്ങളുടെ കുട്ടിക്ക് പുറപ്രകാരം ചെയ്യേണ്ട കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നത് മാത്രം. അത് തന്നെയാണ് എനിക്ക് മനസ്സിലാവാത്തത്. നിങ്ങളുടെ കുട്ടിക്ക് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ അത് എന്റെ വീട്ടിൽ എന്തിനെന്നാണ് എന്റെ ചോദ്യം. കമൽ ഇടപെടരുത്. ഇതെല്ലാം വേദയ്ക്ക് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നതാ. മനസ്സിലായില്ല. കൂടുതൽ മനസ്സിലാവാനൊന്നുമില്ല സുധാരൻ മാഷെ. ഞങ്ങളുടെ കുട്ടിക്ക് പുറപ്രകാരം ചെയ്യേണ്ട കാര്യങ്ങൾ